ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. യേശു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യോഹന്നൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 33-ാം വാക്യം, എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവേ, നിൻ്റെ കുറവുകളെ എല്ലാം സമർപ്പിക്കുന്നു. അർത്ഥം ശബല ഘടകസ്യ കേൾക്കുന്ന ഓരോ ജനത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൻ്റെ അനേക ഭാരത്താലിരിക്കുന്ന അവസ്ഥകളുണ്ട്, തകർച്ചയുടെ അവസ്ഥകളുണ്ട്. സ്വർഗം അറിയുന്നു. എല്ലാ നിരാശകളും ഭാരങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അൽബ റഗതി ശമന ഘടകസ്യ അർത്തുന ഹംദ ദിഗശ്രിയാരികസ്യ. കർത്താവേ, ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ. അർത്ഥം ശബല ഘടകസ്യ അന്ധം ശിഖോരഹസ്യ. കർത്താവേ, ഓരോ കുടുംബത്തിനും സമാധാനത്തെ കൽപ്പിക്കുന്നു. അസമാധാനമില്ലാതെ ഭാരത്താൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഓരോരുത്തർക്കും പുതുവഴികൾ, പുതുവാതിലുകൾ തുറന്നതിനായി നന്ദി പറയുന്നു. ഓരോ കുടുംബത്തെ സമർപ്പിക്കുന്നു. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. നിരാശയിലും ഭാരത്തിലും ഇരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾ, അതിൽ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ, അസമാധാനം കൊണ്ട് വരുന്ന വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ അവരെ ഹൃദയങ്ങളിൽ പകരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, തൻ്റെ കൂടുള്ള ശിഷ്യന്മാരുടെ വരും ദിവസത്തിൽ, വരുന്ന നാഴികയിൽ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നേരിടുവാനിരിക്കുന്ന അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് അസമാധാനമായി, സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിജീവിതമേ, യേശു നിന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് നിൽക്കുമ്പോൾ നമ്മളും ജയാളിയായി മാറുവാൻ സാധിക്കും. തൻ്റെ കൂടുള്ള തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതേ അടുത്ത ദിവസം വരുന്ന അനർത്ഥമോർത്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു ക്രിസ്തു മാത്രമാണ് അതേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, അതേ ഞെരുക്കങ്ങളുണ്ടെന്ന് യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ആരും പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. യേശുവാണ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അടുത്ത ദിവസം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് സർവശക്തനായ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുവാൻ എല്ലാ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നായിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയാതെ കൊണ്ട് ഇങ്ങനെ ചെയ്യും.
ആ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്ക കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകും. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുകയില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകിയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കൊണ്ട് പാപത്തെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിക്കും കുറിച്ച് തന്നെ ഇനി വളരെ നിങ്ങളോട് പറയുവാൻ ഉണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. തൻ്റെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ തൻ്റെ ജീവിതത്തിൽ നടക്കുവാനിരിക്കുന്ന അനർത്ഥങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിലും അവർക്ക് അതിൻ്റെ അർത്ഥങ്ങൾ ആഴമായി ഉള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനിട വന്നില്ല. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വരുന്ന അനർത്ഥം കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവർ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവർ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് മഹത്വപ്പെടുത്തി പിതാവിനുള്ളതൊക്കെയും എന്നിലുള്ളത് ആകൊണ്ടത്രേ. അവൻ എനിക്കുള്ളതിൽ നിങ്ങൾക്കെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞൊന്നും കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. ശിഷ്യന്മാർ ചിലർ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്ന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് അവർ നമ്മോട് ഈ പറയുന്നത് എന്തെന്ന് തമ്മിൽ ചോദിച്ചു. കുറച്ചൊന്ന് ഈ പറയുന്നത് എന്താകുന്നു എന്ന് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേ ആമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ മുന്നിൽ തൻ്റെ അഭിഷക്തന്മാർ, കൂടുള്ള ശിഷ്യന്മാർ ചെതറിപ്പോകുന്നത് അറിഞ്ഞുകൊണ്ട് അറിയുന്നവനായ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അതേ, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മുന്നിൽ പരീശന്മാരും ശാസ്ത്രികളും ആ ദേശത്തെ നിവാസികളും അവനെ ദുഷിച്ച് പരിഹസിച്ച് അട്ടഹാസിച്ച് ചിരിക്കുമ്പോൾ തൻ്റെ കൂടുള്ള ശിഷ്യന്മാർ നെഞ്ച് തകർന്ന അവസ്ഥയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. നമുക്ക് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ കാണുവാൻ സാധിക്കും.
ക്രിസ്തുവിൻ്റെ മരണസമയങ്ങളിൽ, ക്രൂശ് മരണസമയങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർ ചിതറിപ്പോയി. ഒരുപക്ഷെ ലോകപരമായി നമുക്ക് നോക്കിയാൽ അവർ വളരെ പ്രയാസപ്പെട്ടത് കാണാം, അതിദുഃഖിതരായി കാണാം. നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ശിഷ്യൻ ക്രൂശിൻ ചുവട്ടിൽ വളരെ ദുഃഖിതനായി നിൽക്കുന്ന തൻ്റെ ശിഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്നെ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞ് പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു. സന്തോഷം നിമിത്തം അവൾ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സന്തോഷത്തോടെ, ഭാരത്തോടെ, കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്ന ചില കുടുംബമേ, നീ ഭാരപ്പെടേണ്ട. നിൻ്റെ കഷ്ടത, നിൻ്റെ ഞെരുക്കങ്ങൾ, നിൻ്റെ പ്രയാസങ്ങൾ ഇന്ന് കഷ്ടതയാണെങ്കിൽ നിശ്ചയമായി നീ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആദ്യം അവിടുത്തെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം അവൻ നിനക്ക് സകലതും നൽകുമെന്ന് പറഞ്ഞ ദൈവം, അവൻ വാഗ്ദത്തം ചെയ്ത ദൈവം, അവൻ വിശ്വസ്തനായ ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം, ആ കർത്താവ് നിന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വളരെ കഷ്ടതയോടെയും ഞെരുക്കത്തോടെയും ഭാരത്തോടെയും പ്രയാസത്തോടെയും ഇരിക്കുന്ന ചില കുടുംബങ്ങൾക്ക് ദൂത് പറയുകയാണ്, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അവൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ പിടിച്ചുയർത്തുമെന്ന്. ദേശത്തിൻ്റെ മധ്യയിൽ നിന്നെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ചില ഭാരപ്പെടുന്ന കുടുംബത്തിൻ്റെ നാഥനോട്, ചില മാതാപിതാക്കളോട്, ചില സഹോദരിമാരോട്, ചില സഹോദരന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞേ, നീ ആരുമില്ലെന്ന് ഭാരപ്പെടേണ്ട. നിൻ്റെ ഈ കഷ്ടകാലത്ത് ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലകൈ കൊണ്ട് താങ്ങും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ കാലത്ത് എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും ജയാളിയായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, തൻ്റെ കൂടുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അടുത്ത ദിവസം, വരും ദിവസം കണ്ട അനർത്ഥം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ, തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വരുന്നത് അറിഞ്ഞതുകൊണ്ട് അവൻ ആദ്യനും അന്ത്യനുമായ ദൈവം, അവൻ ഞാനായ ദൈവം, സർവത്തെയും ഒരു വാക്കിനാൽ ഉളമാക്കിയവനായ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, നീ കഷ്ടതയിലാണോ, പ്രയാസത്തിലാണോ? നീ ജയിച്ചവനായ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീയും ജയാളിയായി മാറും. എന്നെ കേൾക്കുന്ന കഷ്ടത്തിൽ, ഭാരത്തിലിരിക്കുന്ന വ്യക്തിജീവിതമേ, നിൻ്റെ തകർച്ചകളെ മാറ്റി ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരയുന്ന വ്യക്തി ജീവിതങ്ങളോട് നിൻ്റെ കരച്ചിലുകളെ മാറ്റി സന്തോഷ ദിവസം നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ചില കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, സഹോദരികളോട് പരിശുദ്ധാത്മാവ് ദൂത് നൽകുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും.
നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വചനമുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.